രാജ്യാന്തര വിമാനത്താവളത്തിൽ ഗുരുതര പ്രതിസന്ധി തുടരുകയാണ്. വിമാന ഗതാഗത സംവിധാനത്തിലെ തകരാർ ഇതുവരെ 400 സർവീസുകളെയാണ് ബാധിച്ചത്. 40 മുതൽ 50 മിനിറ്റ് വരെ വിമാനങ്ങൾ വൈകുന്നുണ്ടെന്ന് അധികൃതർ പറയുന്നു. ദില്ലിയിലെ പ്രതിസന്ധി ലക്നൌ, ജയ്പൂർ, ചണ്ഡീഗഡ്, അമൃത്സർ വിമാനത്താവളങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. നോബിൾ മാരിക്കാരൻ ചേരുകയാണ് വിവരങ്ങളുമായി. നോബിൾ, ഇത് ATSലെ തകരാർ മാത്രമാണോ, മറ്റേതെങ്കിലും തരത്തിൽ ഹാക്കിങ്ങോ അട്ടിമറിയോ ഉണ്ടോ? യാത്രക്കാർ ഏതായും വലഞ്ഞിരിക്കുന്ന അവസ്ഥയാണല്ലേ? വിനീത, ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇപ്പോൾ ATCയിൽ ഉണ്ടായ തകരാർ വലിയ പ്രതിസന്ധിയാണ് വിമാന സർവീസിന് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ വൈകിട്ടാണ് ഈ പ്രതിസന്ധിക്ക് തുടക്കമാവുന്നത്. പ്രധാനമായും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ വ്യക്തമാക്കുന്നത് ഓട്ടോമാറ്റിക് മെസ്സേജ് സ്വിച്ചിങ് സിസ്റ്റത്തിലാണ് തകരാർ വന്നിരിക്കുന്നത്. അതായത് വിമാനങ്ങൾ വരുന്നതും പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി പ്ലാൻ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇത്. ഇതിൽ തകരാർ വന്നതോടെ എല്ലാ കാര്യങ്ങളും മാനുവലായി ചെയ്യേണ്ടി വന്നു. അതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി കാരണം. ഇത് 40 മുതൽ 50 മിനിറ്റ് വരെ വിമാനങ്ങൾ വൈകാൻ കാരണമായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏറെക്കുറെ 400-ലധികം വിമാനങ്ങൾ ഇതിനോടകം തന്നെ വൈകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇവിടുത്തെ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ വിമാനങ്ങൾ കൃത്യമായ സമയത്ത് തന്നെയാണ് പറക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് സംവിധാനങ്ങൾ പരിശോധിക്കുമ്പോൾ 400-ലധികം വിമാനങ്ങൾ ഇതിൽ വൈകിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. എന്താണെങ്കിലും പക്ഷേ നമുക്ക് വിമാനത്താവളത്തിന് പുറത്ത് അത്ര വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല. പക്ഷേ വിമാനത്താവളത്തിനകത്ത് പല ആളുകളും വിമാനങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ 50 മിനിറ്റൊക്കെ വിമാനങ്ങൾ വൈകുന്നു എന്ന് പറയുന്നത് എന്താണെങ്കിലും യാത്രക്കാരെ സംബന്ധിച്ച് അകത്ത് വലിയ തിരക്കിന് സാധ്യത ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും പല സമൂഹ മാധ്യമങ്ങളുടെ പലരും യാത്രക്കാരൊക്കെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. अभी 3 बजे लड़का गया दूसरा लड़का എന്താണെങ്കിലും ചില ആളുകളൊക്കെ വിമാനം കാത്തിരിക്കുന്ന ആളുകളുടെ ഉണ്ട്. പക്ഷേ എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ വിമാന സർവീസുകളെ ഇത് ബാധിച്ചിരിക്കുന്നത് വലിയ തരത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 400ഓളം വിമാനങ്ങൾ വൈകിയത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില സംശയങ്ങൾ ഇതിലുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് സൈബർ അറ്റാക്കുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വൈറസ് അറ്റാക്കുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹാക്കിംഗ് അടക്കമുള്ള സാഹചര്യങ്ങളാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധന നടക്കുന്നുണ്ട്. അതോടൊപ്പം ദില്ലി വിമാനത്താവളത്തിൽ ഈ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മറ്റ് അയൽ സംസ്ഥാനങ്ങളായ അമൃത്സറിലെ അപ്പം ജയ്പൂരിൽ അപ്പോൾ മറ്റ് ചണ്ഡീഗഡ് അടക്കമുള്ള വിമാനത്താവളങ്ങളിലും ഇതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. വിമാനങ്ങളുടെ ഡിലേ അവിടെയും അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇതിനോടകം തന്നെ 400 വിമാനങ്ങൾ വൈകി എന്നാണ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. പക്ഷേ വൈകിയതെല്ലാം തുടങ്ങിയിട്ടുണ്ട്. പലതും കണക്ഷൻ ഫ്ലൈറ്റുകളൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ളവർ മണിക്കൂറുകളോളം അവിടെ കുത്തിയിരിക്കേണ്ടുന്ന അവസ്ഥയാണല്ലേ? തീർച്ചയായും അത്തരത്തിലൊരു സാഹചര്യമുണ്ട് എന്നാണ് നമുക്ക് സമൂഹ മാധ്യമ പോസ്റ്റുകൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. എന്താണെങ്കിലും സാധാരണഗതിയിൽ വിമാനത്താവളങ്ങൾ ഉണ്ടാകുന്ന അത്ര വലിയൊരു തിരക്ക് എന്താണെങ്കിലും ഇത്തരത്തിൽ ഇവിടെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. പക്ഷേ എങ്കിൽ ഇപ്പോൾ വിമാനത്താവളത്തിൻ്റെ അകത്ത് പലരും വിമാനങ്ങൾ വൈകിയത് മൂലം കാത്തിരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ചില സമൂഹ മാധ്യമ പോസ്റ്റുകളൊക്കെ നമുക്കത് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് മുതലാണ് ഈ ATCയിൽ ഈ സാങ്കേതിക പ്രശ്നം കണ്ടു തുടങ്ങിയത്. ഇപ്പോഴും അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറെടുപ്പിലാണ് ഉദ്യോഗസ്ഥർ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇവരുടെ പ്രത്യേക ടീം അടക്കം ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമം തുടരുന്നു എന്ന് അറിയാൻ കഴിയുന്നു. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉണ്ടായിരിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ്. ഈ അടുത്ത കാലത്ത് ഇത്തരത്തിലൊരു പ്രതിസന്ധി എന്താണെങ്കിലും ദില്ലിയിൽ ഉണ്ടായിട്ടില്ല എന്നുകൂടി നമ്മൾ എടുത്തു പറയണം. വിമാന കമ്പനികളൊക്കെ ഇതിനോടൊപ്പം തന്നെ യാത്രക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കാരണം പുറപ്പെടുന്നതിന് മുൻപ് വിമാന കമ്പനികളുമായി ബന്ധപ്പെടണം. ഒപ്പം സൈറ്റുകളടക്കം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം വിമാനങ്ങൾ വൈകുന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിയാൻ കഴിയും എന്ന് കമ്പനികൾ തന്നെ അറിയിക്കുന്നു. എയർ ഇന്ത്യയും ഇൻഡിഗോയും സ്പൈസ് ജെറ്റും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 400-ലധികം ഫ്ലൈറ്റുകൾ ഇത്തരത്തിൽ വൈകി എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയാണ്. പക്ഷേ എങ്കിൽ പോലും ഇതിൽ അധികൃതർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 40 മുതൽ 50 മിനിറ്റ് വരെയാണ് വൈകിട്ടുള്ളൂ. അതായത് നേരത്തെ ഓട്ടോമാറ്റിക്കായി ചെയ്തുകൊണ്ടിരുന്ന ഈ ATCയിലെ സാഹചര്യം അതിപ്പോൾ മാനുവലായി ഉദ്യോഗസ്ഥർ ഇരുന്ന് ചെയ്യേണ്ട സാഹചര്യമാണ് ഉള്ളത്. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി കാരണം എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. വിനീത, ഓക്കെ, ശരി. നോബിൾ മാരിക്കാരനാണ് ദില്ലി വിമാനത്താവളത്തിൽ നിന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നൽകിയത്.